അടുത്തിടെ ഇന്ത്യയിൽ നിന്ന് മസ്കത്തിലേക്ക് ഒരു പായ്ക്കപ്പലെത്തി. വെറും പായ്ക്കപ്പലല്ല, ഇന്ത്യൻ നാവികസേനയുടെ INSV കൗഡിന്യ. ഗാന്ധി പിറന്ന പോർബന്തറിൽ നിന്നാണ് ആ പായ്ക്കപ്പലിൻ്റെ വരവ്. അതിൻ്റെ പ്രത്യേകതകൾ എന്താണ്? അലി കുട്ടായിയുടെ റിപ്പോർട്ട്. ഗുജറാത്തിലെ പോർബന്തറിൽ നിന്നൊരു പായ്ക്കപ്പൽ ഒമാൻ തീരത്തേക്ക് എത്തുന്നു. കാറ്റിൻ്റെ ദിശക്കനുസരിച്ച് ഒഴുകിയെത്തിയ ഒരു കപ്പൽ, ഇന്ത്യയുടെ അഭിമാനമായി മാറിയ INSV കൗണ്ടിന്യ. മസ്കത്ത് മത്രയിലെ സുൽത്താൻ കാബൂസ് തുറമുഖത്തെത്തിയ INSV കൗണ്ടിന്യയെ ഇന്ത്യയുടെ തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗത വകുപ്പ് മന്ത്രി സർബാനന്ദ സനോവലിന്റെ നേതൃത്വത്തിൽ ഗംഭീരമായി തന്നെ സ്വീകരിച്ചു. പരമ്പരാഗത ഒമാനി വള്ളങ്ങളുടെ അകമ്പടിയോടെ വാട്ടർ സല്യൂട്ട് നൽകിയുള്ള സ്വീകരണം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഇന്ത്യൻ സമൂഹം കപ്പലിനെ ആവേശത്തോടെ ഒമാൻ തീരത്തേക്ക് വരവേറ്റു. പരമ്പരാഗത ഇന്ത്യൻ ഒമാനി സാംസ്കാരിക പ്രകടനങ്ങളും അരങ്ങേറി. ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അസാൻ കാസിം അൽ ബുസൈദി, ഇന്ത്യൻ നാവികസേന, ഒമാൻ റോയൽ നേവി, റോയൽ ഒമാൻ പോലീസ്, കോസ്റ്റ് ഗാർഡ്, മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരും കപ്പലിനെ തീരത്തേക്ക് സ്വാഗതം ചെയ്തു. പുരാതന കാലത്ത് ഇന്ത്യയിൽ നിന്ന് തെക്കിഴക്കൻ ഏഷ്യയിലേക്ക് കപ്പൽയാത്ര നടത്തിയ ഇതിഹാസ നാവികൻ കൗണ്ടിന്യന്റെ പേരാണ് കപ്പലിന് നൽകിയിരിക്കുന്നത്. ലോകത്ത് ഇന്ന് നിലവിലുള്ള ഏക തുന്നിയ കപ്പലായ INSV കൗണ്ടിന്യ ലോഹ ആണികൾക്ക് പകരം ചകിരിക്കയറും ചകിരിനാരും ഉപയോഗിച്ച് മരപ്പലകകൾ തുന്നിച്ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ആധുനിക എഞ്ചിനുകളോ ലോഹ ആണികളോ ഒന്നുമില്ലാതെ പൂർണ്ണമായും കാറ്റിന്റെ ദിശയും പായകളും ഉപയോഗിച്ചാണ് കപ്പലിന്റെ യാത്ര. Having built it, we put it in the water about a year ago, and then it was taken into the Navy as INSV Kaundinya. The name, by the way, has some significance. Kaundinya is the first Indian mariner of whom we know of by name. He sailed from somewhere on our eastern coast, so not this way but the other way, to Vietnam, where what is now Vietnam and Cambodia. He married a local princess and set up a kingdom there. Unfortunately, he's almost forgotten in India, but he's a very big figure in the history of Cambodia. So we thought we will name him after the earliest known Indian mariner that we know of by name. വടകര സ്വദേശിയായ ബാബു ശങ്കറിന്റെ നേതൃത്വത്തിലാണ് കപ്പൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. 5-ാം നൂറ്റാണ്ടിലെ അജന്ത ഗുഹകളിലെ ചുവർച്ചിത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് രൂപകൽപ്പന. 2023 സെപ്റ്റംബറിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കപ്പൽ 2025 മെയ് മാസത്തിലാണ് പൂർത്തീകരിച്ച് ഇന്ത്യൻ നാവികസേനയിൽ ചേരുന്നത്. ഇന്ത്യ ഒമാൻ ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതിൽ തന്നെ സമുദ്ര വ്യാപാരത്തിന് വലിയ സ്ഥാനമാണുള്ളത്. ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധത്തിന്റെ 70-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് കൗണ്ടിന്യയുടെ ഈ യാത്രയ്ക്കും പ്രസക്തി ഏറെയാണ്. സമുദ്രങ്ങൾ തടസ്സങ്ങളല്ല, അവ ബന്ധിപ്പിക്കുന്ന വഴികളാണെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന യാത്ര.